വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഉരുളക്കിഴങ്ങ്, പിന്നെ സവാള, 2 സവാളയും വലിയൊരു പൊട്ടറ്റോയുമാണ് എടുത്തത് കേട്ടോ. അത് നിന്നിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് നല്ല എരിവുള്ളതാണ്. മാത്രമല്ല ഇതിനൊന്നും അധികം എരിവ് പാടില്ല, എരിവുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി വേവിച്ചു. ഇതിൽ വെള്ളം വറ്റി കഴിയുമ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ഇവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. വെള്ളം ഇതൊക്കെ വറ്റിയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റ്യൂ റെഡിയാവുമേ. ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം, ഞാൻ ഒഴിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം ഇനി അപ്പാണ് ഉണ്ടാക്കാൻ പോണേ കേട്ടോ. വാങ്ങി വയ്ക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ തിളയ്ക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച കാസ്റ്റ് അയണിൻ്റെ ഒരു ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇത് മയക്കണത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെങ്ങനെയാണ് മയക്കി എടുക്കണതെന്ന്. അല്ലെങ്കിൽ ഇതിലൊട്ടി പിടിക്കും. ഇപ്പോൾ അതൊന്നും പിടിക്കുന്നില്ല. നോൺ സ്റ്റിക്ക് മാതിരി തന്നെയാണ് ഇത് ഉണ്ടാവുക. ഇതേമാതിരി ചെയ്താൽ കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അത് കോട്ടിങ്ങൊക്കെ പോവും. അപ്പം ഇതൊന്നും പേടിക്കാനില്ല കണ്ടോ. അത് വേഗം തന്നെ നമുക്കിത് വിട്ട് കിട്ടുന്നുണ്ട്. ഇത് കാസ്റ്റ് അയണായതുകൊണ്ട് നമുക്ക് പേടിക്കും വേണ്ട. ഒരെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഒന്നാന്തര അപ്പം ആയിട്ട് നമുക്ക് കിട്ടുന്നത്. വെളിച്ചെണ്ണ പരട്ടണം. നമ്മൾ നോൺ സ്റ്റിക്കാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യണ്ട. ഇതിലാകുമ്പോൾ അതൊന്ന് പരട്ടണം. പക്ഷേ എന്നാലും എന്താ നല്ലതല്ലേ, പേടി കൂടാതെ നമുക്ക് കഴിക്കാമല്ലോ. അതല്ലേ ഏറ്റവും വലുത് അല്ലേ? നിങ്ങൾ തന്നെ പറ. എടുത്ത് പൊക്കാൻ പറ്റില്ല, നല്ല വെയിറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറ്റണേ. മറ്റത് ചുറ്റിച്ചാൽ മതി. എന്നാലും കുഴപ്പമില്ല. അതാണ് എനിക്ക് നല്ലതായിട്ട് തോന്നണേ. ആരോഗ്യ സംരക്ഷണത്തിന് ഇത് നല്ലതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ. ബി പോസിറ്റീവ്.